ഈ വർഷം തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് മെഷീനറി എക്സ്പോ സംഘടിപ്പിച്ചത്. വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിൽ ആരംഭിച്ച ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്ററിൻ്റെ ആദ്യത്തെ പ്രോഗ്രാമാണ് മെഷീനറി എക്സ്പോ. ഇതിൽ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പുറത്തു നിന്നുള്ള 8 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മെഷീനറി മാനുഫാക്ചേഴ്സ് തൻ്റെ മെഷീൻ പ്രദർശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ലൈവ് ഡെമോ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നിലവിലുള്ള സംരംഭകർക്കും പുതിയതായി സംരംഭക മേഖലയിലേക്ക് വരുന്നവർക്കും തനിക്ക് അനുയോജ്യമായ മെഷീനറികൾ കണ്ട് അതിൻ്റെ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് സെലക്ട് ചെയ്യാനുള്ള ക്രമീകരണങ്ങളാണ് ഈ മെഷീനറി എക്സ്പോയുടെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. വിവിധ സെക്ടറുകളായ ജനറൽ എഞ്ചിനീയറിംഗ് മേഖലയായിക്കോട്ടെ, ഫുഡ് സെക്ടർ ആയിക്കോട്ടെ, ഗാർമെൻറ്റ്സ്, അങ്ങനെ നിരവധി സെക്ടർ വൈസ് ഉള്ള ഓരോ ഡോമുകളിലും ക്രമീകരിക്കുന്ന വിവിധ തരം മെഷീനറികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. 188 സ്റ്റാളുകളിലായിട്ട് ഒരു സംരംഭക മേഖലയിലേക്ക് പുതിയ സംരംഭം തുടങ്ങുവാനുള്ളവർക്ക് അനുയോജ്യമായ മെഷീനറികൾ സെലക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ മെഷീനറി എക്സ്പോ ഇവിടെ സംഘടിപ്പിക്കുന്നത്. I am Srinivas, representing Future Tech. Future Fusing is my brand name. We are producing fusing machines for garment industry especially. We are based on Bangalore. We are supplying all over India, and we too having our own manufacturing unit in Bangalore. This machine is a fusing machine, color fusing. The fusing in the sense, and normally our ready-made shirts, we are having a collar and a cuff where we are having a fusing material will be coming. We are using with the pressing of the heater by the roller. Then it will going to fuse that one, means it will fix into that a cloth. So there is no need of again ironing or something else to fix that one. Electronically controlled by the sensor, so to give controlled about fusing and all. നമസ്കാരം. കാർഷിക മേഖലയിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന സ്കീമാണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അഥവാ AIF. ഇത് ത്രൂ ആയിട്ട് നമുക്ക് കൃഷിക്കാർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ലോൺസാണ്. പ്രൈമറി പ്രോസസ്സിംഗ് ആണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. ഒരു ഉൽപ്പന്നത്തിനെ പ്രോസസ്സ് ചെയ്ത് രണ്ടാമത്തെ സ്റ്റേജിലോട്ട്, സെക്കൻഡ് സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ലോണ് നമ്മൾ കൊടുക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് റൈസ് മില്ലുകൾ, ഫ്ലോർ മില്ല്, ഓയിൽ മില്ല് എന്ന കാറ്റഗറികളിലും, അതുപോലെ തന്നെ അഗ്രികൾച്ചർ നഴ്സറി, അഗ്രികൾച്ചർ മെഷീനറി, ഹൈഡ്രോപോണിക്സ്, അതുപോലെ എല്ലാ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്ട്സും ഇൻഡിവിജ്വലിനും ഗ്രൂപ്പിനും ഒരുപോലെ ചെയ്യാനായിട്ട് ഈ സ്കീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ സ്കീം പ്രകാരം നിങ്ങൾക്ക് പരമാവധി 2 കോടി രൂപ വരെ ലോൺ കിട്ടും. അതിനൊരു 3% പലിശ ഉണ്ടാവും. അപ്പം നമുക്ക് ഏബിൾ ലോൺ എടുക്കുമ്പോൾ മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 6% ആണ് വരിക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 കോടി രൂപയുടെ ഗവൺമെൻറ് ഗ്യാരണ്ടി കൂടി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം മാക്സിമം എല്ലാവരും ഈ ഒരു സ്കീമിൻ്റെ ബെനിഫിറ്റ് എടുത്തിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ഒരു സപ്പോർട്ട് കൂടി വാല്യൂ ചെയ്യണമെന്ന് പറഞ്ഞ് നിർത്തുന്നു. നന്ദി. എൻ്റെ പേര് ചന്ദ്രൻ. പ്രിൻടെക് എഞ്ചിനീയേഴ്സ് എന്നാണ് കമ്പനിയുടെ പേര്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ടിഷ്യൂ പേപ്പർ മേക്കിംഗ് മെഷീനാണ്. നമ്മുടെ നാടിനിപ്പോൾ ടിഷ്യൂ പേപ്പറിൻ്റെ ഡിമാൻഡ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മെഷീൻ ഇപ്പോൾ ഇവിടെ ഡെമോ വെച്ചിട്ടുള്ളത്. ഇതിൽ പല സൈസ് മെഷീനുണ്ട്. ഇതിപ്പോൾ 20 ബേസ് മോഡലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതിൽ 35x35 സെൻറ്റിമീറ്ററിൻ്റെ വരെ ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ടിഷ്യൂ വരെ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത്, വിത്ത് പ്രിൻറ്റിങ് ആൻഡ് വിത്തൗട്ട് പ്രിൻറ്റിങ്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് പേപ്പർ ബാഗ് മേക്കിംഗ് മെഷീനാണ്. ഇതിൽ നമുക്ക് മെഡിക്കൽ കവർ മുതൽ വലിയ ടെക്സ്റ്റൈൽ ബാഗ് വരെ ഒരു മെഷീനിൽ തന്നെ ചെയ്യാം. ഞങ്ങൾ ഏറ്റവും കൂടുതൽ മെഷീൻസ് കേരളത്തിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വിത്ത് പ്രിൻറ്റിംഗ് ഉണ്ട്, വിത്ത് 2 കളർ പ്രിൻറ്റിംഗ് ഉണ്ട്, വിത്ത് 4 കളർ പ്രിൻറ്റിംഗ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗ്രോസറി ബാഗ്, ടെക്സ്റ്റൈൽ ബാഗ്, മെഡിക്കൽ കവർ, ബേക്കറി കവറും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
ഇത് പോയർ സ്റ്റിച്ചിങ് മെഷീനാണ്. ഇത് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത് മാഗസീൻ്റെ സെൻറ്റർ സ്റ്റിച്ച്, പിന്നെ റെസീറ്റ് ബുക്സിൻ്റെ സൈഡ് സ്റ്റിച്ച്, നോട്ട് ബുക്ക് സ്റ്റിച്ചിങ്, ഇതിനാണ് ബേസിക്കലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസിന് ഞങ്ങൾക്ക് ഇവിടെ തന്നെ എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഞങ്ങളൊരു 45 വർഷമായിട്ട് നോട്ട് ബുക്ക് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഈ മെഷീൻസ് കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. ഇത് ബാക്ക് ടു ബാക്ക് പ്രിൻറ്റിംഗ് ആണ്. നമ്മുടെ പേപ്പർ ബാഗ് പ്രിൻ്റ് ചെയ്യാം, പിന്നെ നമ്മുടെ നോൺ ബാഗ് പ്രിൻ്റ് ചെയ്യാം, പിന്നെ സഞ്ചികൾ പ്രിൻ്റ് ചെയ്യാം, കോട്ടൺ ബാഗ് പ്രിൻ്റ് ചെയ്യാം. 30 ഇഞ്ച് വീതിയുള്ള എന്ത് സാധനം ഇതിനകത്ത് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. 70-ഓളം മെഷീൻ കേരളത്തിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ഹൈസ്റ്റാക്ക് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. എൻ്റെ കേരള ഞങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഡീൽ ചെയ്യുന്ന ഐറ്റം മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ്, ഹോയിസ്റ്റ്, ക്രെയിൻസ്, മെറ്റീരിയൽ ലിഫ്റ്റ്, അതുപോലുള്ള പ്രോഡക്റ്റ്സാണ്. ഇത് ഒരു ചെയിൻ ഹോയിസ്റ്റാണ്. ഇതിൻ്റെ കപ്പാസിറ്റി 3.2 ടൺ വരെയാണ് ഇതിൻ്റെ കപ്പാസിറ്റി. നമുക്ക് ചെയിൻ ഹോയിസ്റ്റുകളിൽ 250 കിലോ തുടങ്ങി 3.2 ടൺ ഹോയിസ്റ്റ് വരെ നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇത് ഡബിൾ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹോയിസ്റ്റാണ്. മൈക്രോ സ്പീഡ് വേണമെങ്കിൽ മൈക്രോ സ്പീഡിൽ വർക്ക് ചെയ്യുക, മെയിൻ സ്പീഡ് വേണമെങ്കിൽ മെയിൻ സ്പീഡിൽ വർക്ക് ചെയ്യുക. വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഹോയിസ്റ്റാണ്. ഇത് ഒരു വയർ റോപ്പ് ഹോയിസ്റ്റാണ്. 1 ടണ്ണിൽ സ്റ്റാർട്ട് ചെയ്ത് 120 ടണ്ണ് വരെ ഇത് നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും. എല്ലാ ഇൻഡസ്ട്രികൾക്കും മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സിന് വളരെ സഹായകരമാണ്. ഇത് ഡബിൾ സ്പീഡ് ഹോയിസ്റ്റാണ്. ഇത് 2 സ്പീഡിൽ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം. ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് കാൾസ്റ്റാൾ ക്രാഫ്റ്റ്മാൻ എന്ന് പറഞ്ഞ കാൾസ്റ്റാൾ ഈസ് വൺ ഓഫ് ദ ലീഡിങ് വയർ റോപ്പ് മാനുഫാക്ചർ ഇൻ ജർമ്മനി. EOT ക്രെയിനിന് വേണ്ട ലോങ് ട്രാവൽ വീൽസാണ്. ഈ വീൽ ബ്ലോക്കായിട്ടും നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതും കാൾസ്റ്റാൾ ക്രാഫ്റ്റ്മാൻ്റെ ഒരു പ്രോഡക്റ്റാണ്. കൂടാതെ ഇതിനു വേണ്ട കമ്പോണൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അണ്ടർ ഹുക്ക് ലിഫ്റ്റിംഗ് ടാക്കിൾസ് ലൈക്ക് പോളിസ്റ്റർ വെബിംഗ് സ്ലിങ്സ്, വയർ ഓഫ് സ്ലിങ്സ്, ക്രെയിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമ്പോണൻസും നമുക്ക് അവൈലബിൾ ആണ്. പവർ ഫീഡിങ്ങിന് വേണ്ട സേഫ് ട്രാക്ക് കറണ്ട് കളക്ടർ സിസ്റ്റം ഇത് നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും. എൻ്റെ പേര് ലിൻസൺ. അൻഫാർമ എക്യുപ്മെൻസിൽ നിന്നാണ്. നമ്മളുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമുള്ള ഫുഡ് പ്രൊഡക്ഷൻ, ഫാർമസ്യൂട്ടിക്കൽ അത്തരത്തിലുള്ള ബ്രാൻഡുകൾക്കും ബ്രാൻഡ് ബിൽഡിങ്ങിനും പ്രൊഡക്ട്സ് മാനുഫാക്ചറിങ്ങിന് ആവശ്യമുള്ള മെഷീനറീസും മാനുഫാക്ചർ ചെയ്യുന്നൊരു കമ്പനിയാണ്. ഞങ്ങൾ മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാം ടൈലർ മെയ്ഡാണ്, റെഡിമെയ്ഡ് അറേഞ്ച്മെൻറ്റുകളല്ല. ചെറിയൊരു സംരംഭം ആരംഭിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയൊരു മെഷീനാണ്. ഇതിൽ 2 ഫില്ലിംഗ് മെഷീനുണ്ട്, 2 നോസിലുണ്ട്. ബോട്ടിലുകൾ ഇൻസെർട്ട് ചെയ്യുകയും ആ ബോട്ടിലേക്ക് ആവശ്യമുള്ള അളവിൽ ഫ്ലൂയിഡ്സ് നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ബോട്ടിലിങ്ങിനുള്ള പ്ലാന്റാണ്. ഈ മെഷീൻ ബോട്ടിലിങ്ങിന് ഫ്ലൂയിഡ്സോ ഓയിലോ ഫില്ല് ചെയ്തതിന് ശേഷം അലുമിനിയം ക്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്യാപ്പിംഗ് മെഷീനാണ്. പ്ലാസ്റ്റിക്കിനും അലുമിനിയത്തിനും വേറെ വേറെ ക്യാപ്പിംഗ് മെഷീനാണുള്ളത്. ഇതിൻ്റെ ഓരോ ഹെഡ്, ഒന്നിലധികം ഹെഡ് പലതരത്തിലുള്ളതും ടൈലർ മെയ്ഡാണ്. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് എത്ര ഹെഡ് വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഡോസർ മെഷീനാണ്. നമുക്ക് സോസ്, ഫ്ലൂയിഡ്സ്, വിസ്കോസിറ്റി കൂടുതലുള്ള പ്രോഡക്റ്റുകൾ ഡിസ്പെൻസ് ചെയ്യാനും ബോട്ടിൽ ചെയ്യാനും വേണ്ടിയിട്ട് ഒരേ അളവിൽ. ഈ മെഷീനൊരു പ്ലാന്റിൻ്റെ മിക്സിംഗ് പ്ലാന്റ് ആണ്. ഫെയർ ആൻഡ് ലവ്ലി അല്ലെങ്കിൽ നിവിയ പോലെയുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള ക്രീമുകൾ വാക്യൂം ചേമ്പറിൽ മിക്സ് ചെയ്യാനും മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. വെസലും കെറ്റിലും ഉണ്ട്. ചൂടുള്ളതിലോ ചൂടാക്കിയിട്ടോ തണുപ്പിച്ചിട്ടോ പ്രോസസ്സ് ചെയ്യേണ്ട ഏതെങ്കിലും തരത്തിലുള്ള ബൈ പ്രോഡക്റ്റുകൾ, ഫുഡ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ മിൽക്ക് മെയ്ഡ് പോലെയുള്ള പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ക്രീമുകൾ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നൊരു ഡിവൈസാണ് ഇത് വരുന്നത്. എല്ലാം ഡബിൾ ബോയിലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിൻ്റെ ടെക്സ്ചറോ ക്വാളിറ്റിയോ മാറാതെ ക്ലയൻറ്റ് ആഗ്രഹിക്കുന്ന ക്വാളിറ്റിയിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നൊരു മെഷീൻ. ഇത് ഫില്ലിംഗ് മെഷീനാണ്. 4 ഹെഡ് 8 ഹെഡ് ആവശ്യമുള്ള അളവിൽ ഒരേപോലെ കൺവെയർ ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് ഫ്ലൂയിഡ്സും ലിക്വിഡ്സും ഫില്ല് ചെയ്യാനായിട്ടുള്ള മെഷീൻസാണ്. അതിൽ ചേമ്പറിൽ ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഫീഡ് ചെയ്യുകയും അത് കറക്റ്റ് അളവിൽ കൃത്യം മെഷർമെൻറ്റോട് കൂടിയിട്ട് അത് എല്ലാം വോളിയോമെട്രിക് ആണ്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് വെയിറ്റ്, വോളിയം, ലെവൽ എങ്ങനെ വേണമെങ്കിലും അത് കൺട്രോൾ ചെയ്യാം. ഇത് ഒരേപോലെ കൺവെയർ ചെയ്ത് വരികയും ഒന്നിലധികം ബോട്ടിൽ വളരെ ഫാസ്റ്റായിട്ട് ഫില്ല് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീനും എൻ്റെ സൗകര്യങ്ങളാണ്. ഇപ്പോൾ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിക്വയർമെൻറ്റ് ഇപ്പോൾ കണ്ടിന്യൂസ് പ്രോസസ്സാണ്.
ഒരു 1000 ബോട്ടിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ 2000 ബോട്ടിൽ ഒരു മണിക്കൂറിൽ ഫില്ല് ചെയ്യണം എന്നുള്ള ഫാസ്റ്റായിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്ക് ആവശ്യമുള്ള ഓട്ടോമാറ്റിക് ഫില്ലിംഗ് മെഷീൻസാണത്. ഈ ഒരു കെറ്റിൽ 500 ലിറ്റർ ഫ്ലൂയിഡ്സ്, ഇപ്പോൾ എന്തെങ്കിലും മിക്സ് ചെയ്യാനായിട്ട് ഇപ്പോൾ പാല് തൈരാക്കണം, അല്ലെങ്കിൽ അതായത് ക്രീം എടുത്ത് നെയ്യ്, വെണ്ണ, മോര് ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട്, ഐസ്ക്രീംസ്, സിപ്പപ്സ് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സമയത്ത് ഡബിൾ ബോയിൽ കെറ്റിലുകളാണ്. അപ്പം ഡബിൾ ബോയിൽ കെറ്റിൽ എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും കരിഞ്ഞു പോകാതെ, അടിപിടിക്കാതെ, നമുക്ക് ആവശ്യമുള്ള ടെക്സ്ചറിലും ക്ലാരിറ്റിയിലും കളർ പോലും നഷ്ടപ്പെടാതെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കെറ്റിൽ ഫില്ല് ചെയ്യുന്നത് ഓയിലായിരിക്കാം, സ്റ്റീമുണ്ട്, അതുപോലെ വെള്ളമായിരിക്കാം, പല മീഡിയം വെച്ചിട്ടാണ് റേഡിയൻറ്റ് ഹീറ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ടുള്ള തവികളുണ്ട്, അത് സ്റ്റിർ ചെയ്യാനും അടിപിടിക്കാതിരിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യത്തിനും കൂടിയുള്ള എല്ലാ ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള കെറ്റിലുകളും വെസലുകളുമാണുള്ളത്. I'm Srinivas, Sunrise Government Machinery, Bangalore. So we are manufacturers of garment finishing machineries and laundry equipments for garment industry as well as commercial laundry outlets. This is steam boiler and the iron we are using for a fast ironing and quality ironing. The vacuum ironing table will exhaust the air from the tabletop, and this is the steam. It is produced from the steam boiler with a capacity of 3 kg per 1 hour. So the steam boiler will go to straight into the ironing table. So the steam will go to set that totally the iron will come and will be a neat iron, as well as there is no need of other side ironing. എൻ്റെ പേര് ഷിജു എന്നാണ്. നമ്മളിത് കോയമ്പത്തൂർ ബേസ്ഡ് കമ്പനിയാണ്. നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരു 20 പ്രോഡക്റ്റാണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. പേപ്പർ പ്ലേറ്റിൻ്റെ മെഷീനുണ്ട്, പാള പ്ലേറ്റിൻ്റെ മെഷീനുണ്ട്, പേപ്പർ ബാഗിൻ്റെ, പേപ്പർ കപ്പിൻ്റെ, അതുപോലെ കർപ്പൂര മെഷീനുണ്ട്, ചന്ദനത്തിൻ്റെ മെഷീൻ, അങ്ങനെ ഒരുപാട് മെഷീനറി ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞൊരു ഓട്ടോമാറ്റിക് മെഷീനാണ്. 3 മോഡ് വരുന്നുണ്ട്, മാനുവൽ, സെമി, ഓട്ടോ. ഇതിൽ തന്നെ ഒരു 5 പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പാക്കേജിങ് മെഷീൻസിൻ്റെ മാനുഫാക്ചേഴ്സാണ്. ഞാൻ കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറാണ്. ഞാൻ ഓരോ മെഷീൻസ് പരിചയപ്പെടുത്തി തരാം. ഇത് വന്നിട്ട് പൗഡർ പാക്കിംഗ് മെഷീനാണ്. 100 grams to 1 kg ചെയ്യാവുന്ന മെഷീനാണ്. നമുക്ക് സ്പൈസസ്, പിന്നെ പൗഡേഴ്സ്, അരിപ്പൊടി, റൈസ് പൗഡർ, അങ്ങനെയുള്ള പൗഡേഴ്സ് എല്ലാം പാക്ക് ചെയ്യാൻ പറ്റുന്ന മെഷീനാണിത്. ഇത് കോർണർ ടൈപ്പ് മെഷീൻ എന്ന് പറയുന്നത്. അത് തന്നെ ചൂട്ടിൻ്റെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് കോർണറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഇതിന് വരുന്ന ഒരു ലെവൽ സെൻസറും കൂടി വരുന്നുണ്ട്, പിന്നെ കൺവെയർ വരുന്നുണ്ട്, പിന്നെ കംപ്രസർ, പിന്നെ ഒരു സ്റ്റെബിലൈസർ, ഇത്ര സാധനം വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഞങ്ങളിൽ നല്ല വലിയ വലിയ കമ്പനികളിലെല്ലാം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. തെർമലിൽ കൊടുത്തിട്ടുണ്ട്, ബ്രാവൻസ്, അത്യാവശ്യം നല്ല എല്ലാ കമ്പനികളിലും, തമീമി അങ്ങനെയുള്ള കമ്പനികളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ. മിൽക്ക്, അതുപോലെ സംഭാരം, ഈ ജ്യൂസൊക്കെ വരുന്ന പാക്ക് ചെയ്യുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. ഇതിൽ നമുക്കൊരു 100 ml തൊട്ട് 1 ലിറ്റർ വരെ ചെയ്യാൻ പറ്റും. ഇത് SS-ൻ്റെ ഗിയർ പമ്പ് വെച്ചിട്ടുള്ള മോഡൽ. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഈസി ആയിട്ട് നോബിൽ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് 100 ml തൊട്ട് 1 ലിറ്റർ വരെ ചെയ്യാം. ഇതിൽ നമുക്ക് വരുന്നത് SS-ൻ്റെ ഒരു ഗിയർ പമ്പ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ക്ലീനിങ് എളുപ്പമാണ്. അതുപോലത്തെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തേക്കുന്ന ഒരു പാക്കറ്റാണിത്. ഇത് ക്രെംബറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലസ്സിയാണ്. അതായത് നമ്മൾ മാംഗോയുടെ ഒരു ലസ്സിയുടെ പ്രൊഡക്റ്റാണിത്. ഇത് നമ്മൾ ഈ മെഷീൻസിലാണ് പാക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ പാല്, അതുപോലെ തൈര്, സംഭാരം, ഇതുപോലെ ജ്യൂസ്, ലസ്സി എല്ലാം നമുക്ക് ഈ മെഷീനിൽ ചെയ്യാം. ഒരു മിനിറ്റിൽ നമുക്കൊരു 30 തൊട്ട് 40 പാക്കറ്റ് വരെ കിട്ടും. ഇത് നമുക്കൊരു സ്റ്റാർട്ടിംഗ് മോഡലാണ്. ഇതിൻ്റെ മുകളിലോട്ട് ഹൈ സ്പീഡ് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ദോശമാവ്, ബാറ്റേഴ്സ് എല്ലാം പാക്ക് ചെയ്യാൻ പറ്റുന്ന സെമി ഓട്ടോമാറ്റിക് മെഷീനാണ്. പമ്പ് ടൈപ്പ് മെഷീനാണ്. നമുക്ക് എല്ലായിടത്തും കണ്ടിരിക്കുന്നത് പിസ്റ്റണാണ്. നമ്മളത് മോഡിഫൈ ചെയ്ത് പമ്പിലേക്ക് ആക്കി മാറ്റിയിരിക്കുകയാണ് സംഭവം. ബാറ്റർ, അതേമാതിരി ഫ്രൂട്ട് പൾപ്പ് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്യാനായിട്ടുള്ള മെഷീനാണിത്. നമുക്കെല്ലാം തന്നെ ഇതിലുള്ള അഡ്ജസ്റ്റ് ചെയ്ത് വാല്യൂസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മാനുവൽ, ഓട്ടോയിലും സെമി ഓട്ടോമാറ്റിക്കിലും നമുക്ക് ചെയ്യാം, വർക്ക് ചെയ്തെടുക്കാവുന്ന ഈസി ആയിട്ട് ഒരു പെർ മിനിറ്റിനൊരു 15 പാക്കറ്റ്സ് പെർ മിനിറ്റ് വരെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മെഷീനാണിത്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ബോട്ടിൽ ഫില്ലിംഗ് ആണ്. മെക്കാനിക്കൽ ടൈപ്പ് ബോട്ടിൽ ഫില്ലിംഗ് ആണ്, സെമി ടൈപ്പ്. ഇത് മെയിനായിട്ട് പോകുന്ന വെളിച്ചെണ്ണ, പാല്, തൈര്, വിനാഗിരി പോലത്തെ ഐറ്റംസ്, ടർപ്പനയൊക്കെ ഫില്ല് ചെയ്യാനാണ്. നമ്മളിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, ഈ നോസിൽ നമ്മൾ ബോട്ടിൽ വെച്ചതിന് ശേഷം ഈ നോസിൽ നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി ഈ ബോട്ടിൽ നോസിൽ പൊങ്ങുന്ന സമയത്താണ് ഫില്ലിംഗ് നടക്കുന്നത്. അപ്പം മെറ്റീരിയൽ പതയില്ല. നോർമലി പാല്, വെളിച്ചെണ്ണ പോലത്തെ ഐറ്റംസ് ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ഒഴിക്കുമ്പോൾ പതയും. ഈ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നതുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് പതയാണ്ട് തന്നെ നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. ഇത് സിപ്പർ മെഷീനാണ്. ഇത് പുതിയ മോഡലാണ്. ഇതെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ടൈപ്പ് മെഷീൻസ് ഉണ്ട്. ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഇത് വന്നിട്ട് നമുക്ക് ഇപ്പോൾ ഇതുണ്ടോ 2 വ്യത്യാസ സിപ്പപ്പുകളാണിത്. ഇതിൻ്റെ ML വ്യത്യാസമുണ്ട്. ആദ്യം എന്ന് പറഞ്ഞെങ്കിൽ ആദ്യത്തെ മെഷീനുകളെല്ലാം, ഇതിന് മുമ്പുള്ള മെഷീനുകളെല്ലാം തന്നെ
നമ്മൾ ഈ ML വ്യത്യാസം ഉണ്ടെങ്കിൽ ഗിയർ ബോക്സ് മാറ്റി വേറെ പിച്ചുള്ള ഗിയർ ഇട്ടാൽ മാത്രമായിരുന്നു നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ സംഭവം നമുക്ക് ഫിലിം മാറ്റിയാൽ മാത്രം മതി, ബാക്കിയെല്ലാം നമുക്ക് നമ്മുടെ കൺട്രോൾ പാനലിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ML എത്രയാണെന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. മെഴ്സറീസ്, ലാസ, ഇതിനുള്ള റിച്ച് ഡാഡി, ഇവർക്ക് എല്ലാവരും നമ്മുടെ മെഷീൻ സിപ്പപ്പിൻ്റെ മെഷീൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മെയിൻ ഒരു പ്രോഡക്റ്റാണ്. അതായത് നമ്മൾ കേരളത്തിൽ 30 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റാണ് വെളിച്ചെണ്ണ അതുപോലെ ഓയിൽ പാക്ക് ചെയ്യുന്ന മെഷീൻസ്. അതായത് ഒരു മിനിറ്റിൽ, അന്നൊക്കെ നമുക്കൊരു മിനിറ്റിൽ ഒരു 8 പാക്കറ്റ്സ് ആയിരുന്നു നമ്മൾ സപ്ലൈ ചെയ്തത് 30 വർഷം മുമ്പ്. ഇപ്പോൾ അത് മാറിയിട്ട് ഒരു മിനിറ്റിൽ 40 പാക്കറ്റ് വരെ ചെയ്യുന്ന മെഷീൻസാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 200 ml തൊട്ട് 1 ലിറ്റർ വരെ നമുക്ക് ചെയ്യാം. ഇതിന് പുറമെ 5 ലിറ്റേഴ്സ് വരെ ചെയ്യുന്ന മെഷീൻസ് നമ്മുടെ അടുത്ത്, ഓട്ടോമാറ്റിക് മെഷീൻസ് നമ്മുടെ അടുത്തുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന മോഡലിൽ നമുക്കൊരു 200 ml, 1/2 ലിറ്റർ, 1 ലിറ്ററൊക്കെ നമുക്ക് ചെയ്യുന്ന മെഷീൻസാണ്. ഇത് പ്രൊഫൈലൊക്കെ സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഈ മെഷീൻ്റെ പമ്പ് നമ്മൾ നേരെ നമ്മുടെ ടാങ്കിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ നിന്ന് അത് വലിച്ചെടുത്ത് വെളിച്ചെണ്ണ പാക്ക് ചെയ്ത് നമുക്ക് തരും. പമ്പ് ടൈപ്പ് ബോട്ടിൽ ഫില്ലിംഗ് സെമി ഓട്ടോമാറ്റിക് മെഷീനാണ്. നമുക്കിത് 50 ml to 5 ലിറ്റർ വരെ ചെയ്യാവുന്ന മെഷീനാണ്. നമുക്ക് അറ്റ് എ ടൈം 2 നോസിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിറയ്ക്കുകയും ചെയ്യാം. അതേമാതിരി MLസും നമ്മൾ ക്വാണ്ടിറ്റി നമുക്ക് സെപ്പറേറ്റ് നിറയ്ക്കാനും സാധിക്കുന്ന മെഷീനാണ്. ഇത് നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ടച്ച് സ്ക്രീനിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഓരോരോ പ്രോഡക്റ്റ് ഫില്ല് ചെയ്യാനായിട്ടുള്ള രീതിയിലോട്ട് എത്തിയിരിക്കുന്നത്. ഇത് ഒരു പാക്കിംഗ് മെഷീനാണ്. ഇത് മൾട്ടിപർപ്പസ് പാക്കിങ്ങിനുള്ള ഉപയോഗിക്കാം. അതായത് ബേക്കറി പ്രോഡക്ട്സ്, വെജിറ്റബിള്, ഫിഷ്, ചിക്കൻ, anything you can pack in poly bag. You put the product into the poly bag and just twist the mouth and just press it through the insert. So you will be getting a sealing like this. So this is a secured packing plus fast packing, and once your product is in tampered or your bag is tampered, everybody will come to know about it. And this is most economical also as cost wise. Sevana group of packaging machines. നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പാക്കിംഗ് മെഷീൻസ് എന്ന് പറയുന്നത് ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീൻസ്, പെഡൽ ഓപ്പറേറ്റഡ്, കണ്ടിന്യൂസ് സീലേഴ്സ്, കോഡിങ്ങിനുള്ള മെഷീൻസ്, ബോക്സ് ടാപ്പിംഗ് മെഷീൻസ്, ബോട്ടിൽ ക്യാപ്പിംഗ് മെഷീൻസ്, പിന്നെ ഫോയിൽ സീലേഴ്സ്, ഇൻഡക്ഷൻ സീലേഴ്സ്, ഇങ്ങനെയുള്ള മെഷീൻസാണ്. മെയിനായിട്ട് നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫുഡ് ഇൻഡസ്ട്രി, അതേപോലെ ടെക്സ്റ്റൈൽ, അതർ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് എല്ലാവരും നമ്മുടെ മെഷീൻസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള നമ്മുടെ മെഷീൻസ് കണ്ടിന്യൂസ് സീലേഴ്സ് ആണ്. ഇതിൽ തന്നെ 2 മോഡൽ വരട്ടെ നമുക്ക്, ബേസ് മോഡൽ ആൻഡ് സ്മാർട്ട് മോഡൽ. ബേസ് മോഡൽ നമുക്ക് ലാമിനേറ്റഡ് അല്ലെങ്കിൽ അലൂമിനിയം പൗച്ചസ് ആണ്. സ്മാർട്ട് ആകുമ്പോൾ സ്യൂട്ടബിൾ ഫോർ ഓൾ കൈൻഡ് ഓഫ് പൗച്ചസ്. ഹാൻഡ് മെഷീൻസിലും ഡിഫറെൻറ്റ് റേഞ്ചസ് വരുന്നുണ്ട് ബേസ്ഡ് ഓൺ ദ സീലിംഗ് ലെങ്ത് ആൻഡ് വിഡ്ത്ത്. ഇന്ന് ഏറ്റവും നമുക്ക് മൂവിങ് ആയിട്ടുള്ള വേറൊരു മെഷീനാണ് ബോക്സ് സ്ട്രാപ്പിംഗ് മെഷീൻ. അത് കൊറിഗേറ്റഡ് ബോക്സസിൽ സ്ട്രാപ്പ് ചെയ്യാനുള്ള മെഷീൻസ് ആണ് വിത്ത് PPP സ്ട്രാപ്സ്, അതായത് പോളിപ്രോപ്പീൻ, പോളിഎത്തലീൻ സ്ട്രാപ്സ് ഇടാനുള്ള മെഷീനാണ്. പിന്നെ കാർട്ടൺസ് സീൽ ചെയ്യുന്ന മെഷീനുണ്ട്, കാർട്ടൺ ടേപ്പിംഗ്, BOPP ടേപ്സ്, ടോപ്പ് ആൻഡ് ബോട്ടം കാർട്ടൺ സീലിംഗ്സ്. ഞങ്ങൾ ചിൽട്ടൺ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞ കമ്പനി എറണാകുളത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനിയാണ്. ഇത് 40th ഇയർ ആണ്. ഞങ്ങളിപ്പം പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് സ്പ്ലിറ്റ് AC, അത് വിത്ത് ഫ്രീ ഹോട്ട് വാട്ടർ ഡ്യുവൽ പർപ്പസ് AC ആണ്. ഇതൊരു 10 ടൺ ചില്ലറാണ്. ഇത് പല ഇൻഡസ്ട്രീസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വാട്ടർ ചിന്നർ, ഓയിൽ ചിന്നർ, എയർ ചിന്നർ, അങ്ങനെ പല വേരിയൻസ് ഓഫ് ചിന്നേഴ്സാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ റേഞ്ചിൽ വരുന്നത്.